ഹായ്, നമ്മള് കല്യാണ വീട്ടിലേക്ക് പോവാണ്. നാളെയാണ് കല്യാണം. ഇന്ന് കല്യാണ തലേന്നാണ്. ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. 1 PM ക്ലാസ് എടുത്തു കഴിഞ്ഞു. ഇത് നമുക്ക് നേരെ കല്യാണ വീട്ടിലേക്ക് പോകാം. അമലു ഇന്ന് രാവിലെ NCC ക്യാമ്പിന് പോയി കേട്ടോ. അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അമലുക്കുട്ടൻ NCC ക്യാമ്പിലോട്ട് പോവുകയാണ്. ഓക്കെ അല്ലേ? ഹാപ്പി? ഓക്കെ, എന്നാൽ ക്യാമ്പിലോട്ട് നീങ്ങാം. വണ്ടിയിലോട്ട് വാങ്ങിയാൽ ഓക്കെ. അമലക്കുട്ടനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കി. കൊട്ടറ സ്കൂളിൽ വെച്ചാണ് കേട്ടോ ക്യാമ്പ്. ഇവിടെ പണി നടക്കുന്ന കാരണം റോഡ് മൊത്തം ഒരു പരിവായിട്ട് കിടക്കുകയാണ് കേട്ടോ. നല്ല വെയിലാണ്. 2:30 മണി ആയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഊണ് കഴിച്ചിട്ടില്ല. ചെന്നിട്ട് വേണം ഊണ് കഴിക്കാനായിട്ട്. ആണ് കുരിശുമൂട്. ഇവിടെയാണ് ഞാൻ ജനിച്ച് വളർന്ന മണ്ണാട്ടോ. ഇനിയിപ്പോൾ വിഷു വരാറായല്ലേ? വിഷുവിന് ഉള്ള ഒരുക്കങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ? വിഷുവിൻ്റെ എന്തൊക്കെ ഒരുക്കങ്ങളാണ് ചെയ്തു തുടങ്ങിയെന്നുള്ളത് കമൻറ്റിൽ പറയണം കേട്ടോ. കേരളത്തിൽ വിഷു വലിയൊരു ആഘോഷമല്ല. നമ്മൾ വിഷുവിൻ്റെ അന്ന് സദ്യ ഉണ്ടാക്കും, പിന്നെ നമ്മൾ കണി കാണും, പിന്നെന്താണ് പടക്കം പൊട്ടിക്കും അല്ലേ? അത്രയാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ അല്ലേ? കൈനീട്ടം കൊടുക്കുക. വടക്കോട്ടൊക്കെ എന്തൊക്കെയാണ് വിഷുവിന്റെ ആഘോഷങ്ങൾ? അതെ അതെ, വിളവെടുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പൊ എന്താണ് മെയിൻ ആഘോഷങ്ങൾ എന്നുള്ളത് പറയണം കേട്ടോ. അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിലെത്തി. കല്യാണ വീട്ടിലെത്തിയപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം എല്ലാവരുമായിട്ട് സംസാരിച്ചിരുന്നു. ഇതാണ് ആമിക്കുട്ടി, എൻ്റെ ബ്രദർ, അപ്പുവിൻ്റെ മകള്. അപ്പോൾ ആമിക്കുട്ടി പറഞ്ഞു നല്ല രീതിയിൽ അവൾ മെഹന്തി ഇടും. അങ്ങനെ ഞാൻ ഗൂഗിളിൽ നോക്കി ഒരു ഗൂഗിൾ ഇമേജിൽ ഒരു മെഹന്തിയുടെ പിക്ചർ എടുത്ത് കൊടുത്തു. അവൾ വളരെ ഭംഗിയായിട്ട് മെഹന്തി ഇടുന്നുണ്ടായിരുന്നു. ശരിക്കും കണ്ടിട്ട് ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. ഇവളുടെ ഉള്ളിൽ ഇത്രയും വലിയ കഴിവുണ്ട് എന്നുള്ളത് നമ്മളും അപ്പോഴാണ് കേട്ടോ തിരിച്ചറിയുന്നത്. ഞാൻ മെഹന്തിയൊക്കെ ഇട്ടിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ടെന്നോ ഇട്ടതാണ്. അങ്ങനെ വീണ്ടും മെഹന്തിയൊക്കെ ഇട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഒരു കല്യാണമൊക്കെ ആകുമ്പോഴാണല്ലോ നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടുന്നത്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ വളരെ തിരക്കുള്ളൊരു വ്യക്തിയല്ലേ. അപ്പോൾ വളരെ അപൂർവമായിട്ടാണ് എല്ലാവരും ഒത്തുകൂടുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചു. നാളെ കല്യാണത്തിന് നമ്മൾ ഇവിടുന്ന് 8 മണിക്ക് ഇറങ്ങണം എന്നാണ് പറയുന്നത്. നേരത്തെ പോകണം. പൂവാറാണ്, തിരുവനന്തപുരം പൂവാർ വെച്ചാണ് കല്യാണം. മെഹന്തി ഡിസൈൻ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തണേ. വളരെ ഫ്യൂ സെക്കൻഡ്സ് കൊണ്ടാണ് അവൾ വരച്ചത്. കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിലോട്ടൊന്ന് പോവാണ്. കുറച്ച് നേരം വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇനി വൈകിട്ട് പോവാന്ന് വിചാരിച്ച് കല്യാണ വീട്ടിലോട്ട്. ഇതെൻ്റെ നാത്തൂൻ്റെ മോൻ്റെ മക്കളാണ് കേട്ടോ. ഞങ്ങളെ കണ്ട ഉടനെ ഓടി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ നാളെ ഷാർജയിൽ പോവാണല്ലോ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഷാർജയിൽ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഷാർജ ഷേക്ക് കൊണ്ടുവരണമെന്ന്. അങ്ങനെ നമ്മൾ നമ്മുടെ സുന്ദരി വീട്ടിലെത്തി. എനിക്കെൻ്റെ വീട് വലിയ ഇഷ്ടമാണ് കേട്ടോ. അമ്മച്ചിതേ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ചായ എടുത്ത് അമ്മച്ചിക്കൊപ്പം കൂടി. ഞങ്ങൾ ചായയും കുടിച്ച് TV ഒക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കുറേ സമയം. നമ്മുടെ വീട് കുടുംബ വീടായതുകൊണ്ട് തന്നെ എല്ലാവരും വരും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ആരെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും. നല്ല രസമാണ് എപ്പോഴും ആളും പേരും ബഹളവും. ഇപ്പോൾ ഈ കാണുന്നത് എൻ്റെ 2ാമത്തെ നാത്തൂനാണ് കേട്ടോ. എന്തൊക്കെയോ കാര്യങ്ങൾ ചേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ കല്യാണത്തിന് പോകുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള ഡിസ്കഷൻസ് അവിടെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അമ്പലത്തിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. നാളെയാണ് ഉത്സവം. ഇന്ന് എന്തൊക്കെ പരിപാടികളുണ്ടെന്ന് അറിയില്ല. നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ചാറ്റൽ മഴയുണ്ട്. അതാണ് ഗ്ലാസ് കുറച്ച് മഴത്തുള്ളിയൊക്കെ കാണുന്നത്. നമുക്ക് അമ്പലത്തിലേക്കൊന്ന് പോയി നോക്കാം. ഇതിൻ്റെ ഇരുവശവും കളർ ലൈറ്റുകളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഐരവല്ലി ഭഗവാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. ഞാനത് എപ്പോഴും പറയുമല്ലോ. അങ്ങനെ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ കസിൻ്റെ വൈഫ് സൗമ്യ എന്നെ കണ്ടുകൊണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അമ്പലം മൊത്തം നല്ല പൂക്കൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നാളെ അന്നദാനത്തിനുള്ള അന്നദാന പന്തലൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഇപ്പുറത്ത് ഗാനമേളയ്ക്കുള്ള സജ്ജീകരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഗാനമേള കണ്ടു നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നാളെ എടുക്കാനുള്ള കുതിരയാണ് കേട്ടോ അത്. ഹായ് ഡിയേഴ്സ്, ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ്, ലൈഫിൽ ഇപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സന്തോഷമില്ലാത്ത അവസ്ഥ, മനസമാധാനം ഇല്ലാത്ത അവസ്ഥ. ഈ അവസ്ഥകളെയൊക്കെ മറികടക്കാൻ എന്ത് ചെയ്യണം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസ്ഥകളെയൊക്കെ മറികടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എൻ്റെ ഒരു പ്ലാറ്റിനം സ്റ്റുഡൻറ്റിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്.
ആ സ്റ്റുഡൻറ്റിന് ഹസ്ബൻഡുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഏകദേശം ഒരു 32 വർഷമായിട്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ ഓരോരുത്തരും പേഴ്സണൽ ലൈഫ് ആയതുകൊണ്ടാണ് ഞാൻ അതൊന്നും പേരെടുത്ത് പറയാത്തത് കേട്ടോ. ആ കുട്ടി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ദിവസം ഇതെല്ലാം ലോകത്തോട് പറയുമെന്ന്. അത്രയേറെ 32 വർഷം ആ കുട്ടി ജീവിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അത്രയേറെ സ്ട്രഗിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്കുള്ള സ്ട്രഗിളിലൂടെയാണ് ആ കുട്ടി ജീവിച്ചു പോയത്. അപ്പം 1-to-1 വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, മക്കളെ ഈ ഒരു ലൈഫിന് വേണോ നമുക്ക് എന്ന് ചോദിച്ചപ്പോൾ എനിക്കിന്നും ഓർമ്മയുണ്ട്, ടവൽ വെച്ച് മുഖം പൊത്തി അലറിക്കരയുമായിരുന്നു. എനിക്ക് ടീച്ചറമ്മ ആ വ്യക്തി അത്രയും ഇഷ്ടമാണ്, എനിക്കതില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അത്രയും വിഷമതകളിലൂടെ പോയ പെൺകുട്ടി ഇന്ന് എന്നോട് പറയുന്നത്, ടീച്ചറമ്മ എപ്പോഴും പറയത്തില്ലേ ടീച്ചറമ്മയുടെ ഹസ്ബൻഡ് ടീച്ചറമ്മ രാജകുമാരിയെ പോലെ കൊണ്ട് നടക്കുന്നതെന്ന്, അതുപോലെയാണ് ഇന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരു രാജകുമാരിയെ പോലെ കൊണ്ട് കിടക്കുന്നു. അത്രയും സ്നേഹം തരുന്നു, അത്രയും സന്തോഷമാണ്, വീട്ടിലെ സ്വർഗ്ഗതുല്യമായ അവസ്ഥയാണ്. ഇന്ന് ഞാൻ എൻ്റെ ഡ്രീം ലൈഫിലാണ് ജീവിക്കുന്നത്. കാര്യം എല്ലാവർക്കും അറിയാം എൻ്റെ ലൈഫ് അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയുന്നതിലും ഒരു ദിവസം ഞാൻ തന്നെ വന്നിട്ട് പറയുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സമയം കൊടുത്തേക്കാണ്. ആൾ തന്നെ സ്വന്തമായിട്ട് മനസ്സിൽ തോന്നി വന്ന് എല്ലാ ലോകത്തോടും പറയട്ടെ. കാര്യം അത്ര സ്ട്രഗിൾ ചെയ്യുന്നുള്ള എൻ്റെ പ്ലാറ്റ്ഫോമിൽ കിട്ടിയുള്ള ഏറ്റവും വലിയ സക്സസ് സ്റ്റോറിയാണ് ഞാൻ ആ കുട്ടിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ലൈഫിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ എന്താണ്? യെസ്, തീർച്ചയായിട്ടും എൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണിത്. നമ്മൾ കടന്നു പോകുന്ന എത്ര മോശം അവസ്ഥയും മറികടന്നുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജീവിതം നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റും. അതിനാ ടീച്ചർമാർ പറയുന്നത് എപ്പോഴും ഹാപ്പി ആയിരിക്കണം. ഹാപ്പിനെസ് ആണ് കീ എന്ന് പറയുന്നത്. സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എല്ലാം നേടാൻ ആത്മാർത്ഥമായിട്ട് എല്ലാം എനിക്കാണല്ലോ മെസ്സേജ് വരുന്നത്. അതെ അതെ, സാറിനറിയാം ഫീഡ്ബാക്ക് എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുകയും ഫീഡ്ബാക്ക് തരികയും ചെയ്തു. സാറിനറിയാം കാര്യം സ്റ്റുഡൻസ് ഒക്കെ കണക്ട് ആവുന്ന സാറുമായിട്ടാണല്ലോ. അപ്പോൾ എത്രയോ പേരുടെ സക്സസ് സ്റ്റോറി ചേട്ടന് ഓർമ്മയുണ്ടോ? പണ്ട് കോട്ടയത്തുള്ള ബിന്ദുവും ഹസ്ബൻഡും നമ്മളെ കാണാൻ വന്നത്. ഞാനിതൊക്കെ തുടങ്ങിയ സമയത്താണ് കേട്ടോ. ബിന്ദുവും ഹസ്ബൻഡും പിന്നെ കോട്ടയത്ത് നിന്ന് ബിന്ദുവും ഹസ്ബൻഡും ടീച്ചറിനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഞാനതൊക്കെ ബിഗിനിങ് സ്റ്റേജിലാണ്. അപ്പം ചേട്ടനും ആ സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ എന്താ, ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ വലിയ അറിവില്ല. അപ്പോൾ ചേട്ടൻ അന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് ആ സമയത്ത്. അപ്പം പിന്നെ കോട്ടയത്ത് നിന്ന് ബിന്ദുവിൻ്റെ ഹസ്ബൻഡും കൂടെ വന്നു. അതായത് ബിന്ദു കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം എനിക്ക് കറക്റ്റ് വർഷം ഓർമ്മയില്ല, എന്നാലും 25-26 വർഷം എന്നും ഹസ്ബൻഡുമായിട്ട് പ്രശ്നങ്ങളായിരുന്നു. ഹസ്ബൻഡ് ലീവിന് നാട്ടിൽ വരുമ്പോൾ എന്നും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ. അദ്ദേഹം പറഞ്ഞത് ഒരു തവണ പോലും ഞാൻ സന്തോഷമായിട്ട് ഒരു ലീവ് കഴിഞ്ഞ് പോയിട്ടില്ല. അത്രയേറെ പ്രശ്നങ്ങളായിരുന്നു. നമ്മൾ രണ്ടുപേരും ലീവിന് വരുമ്പോൾ നാട്ടുകാർ ഇങ്ങനെ നോക്കി നിൽക്കും. ആ ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം അടി കാണാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നോക്കി നിന്നിട്ടുള്ള അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം അങ്ങനെ ബിന്ദു നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു, കറക്റ്റ് പ്രാക്ടീസുകൾ ചെയ്തു. അങ്ങനെ അദ്ദേഹം ഗൾഫിൽ നിൽക്കുമ്പോൾ തന്നെ ബിന്ദു ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ടീച്ചറമ്മ ഇത് പഠിപ്പിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ. അപ്പം അവർക്ക് ഹസ്ബൻഡിന് തോന്നിയോ ഇതൊക്കെ എവിടെ 4 ദിവസം. അത് കഴിയുമ്പോൾ ഇവള് വീണ്ടും ബാക്ക് അടിച്ച് പിന്നെയും പഴയ അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ അദ്ദേഹം നാട്ടിൽ വന്നു. അപ്പോൾ ഈ കൊറോണ സമയമാണ്, ക്വാറന്റൈൻ സമയമാണ്. അപ്പോൾ അദ്ദേഹം കുറച്ച് ദിവസം ക്വാറന്റൈനിൽ ഇരുന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീച്ചറമ്മേ ഞാൻ അന്ന് ടീച്ചറെ എന്നാണ് വിളിക്കുന്നത്, ടീച്ചറെ ഞാൻ നാട്ടിൽ വന്നിട്ട് ക്വാറന്റൈൻ കഴിഞ്ഞു, ഞാൻ എൻ്റെ അമ്മയും സഹോദരങ്ങളെയും പോലും കാണാൻ പോയില്ല. ആദ്യം ഞാൻ കാറെടുത്ത് വരുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലത്ത് വന്ന് ടീച്ചറെ കണ്ട് നന്ദി പറഞ്ഞിട്ട് ഞാൻ വേറെ ആരെയും കാണാൻ പോകുന്നു ഞാൻ തീരുമാനിച്ചു. കാര്യം എൻ്റെ ബിന്ദുവിന്ന് അത്രയും മാറിയുന്നു. എൻ്റെ വീട് സ്വർഗ്ഗതുല്യമെന്ന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് ബിന്ദുവിൻ്റെ ലൈഫിൽ നേടിയിട്ടുള്ള സക്സസ് ഓൾറെഡി നമ്മൾ സക്സസ് സ്റ്റോറി വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത്രയേറെ മാറ്റങ്ങളാണ്, ഹ്യൂജ് സക്സസ്. പുതിയ കാറ് മാനിഫെസ്റ്റ് ചെയ്തു, കുഞ്ഞുങ്ങളുടെ ജോലി, വീട് എന്ന് വേണ്ട അത്രയും സന്തോഷം. ആ ബന്ധം ശക്തമായപ്പോഴത്തേക്ക് മാറ്റം വന്നു. ഇപ്പൊ നമ്മള് ഒരു ബന്ധത്തിനകത്ത് വിള്ളൽ വരുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലും നെഗറ്റീവ് എനർജിയാണ് ഉത്പാദിപ്പിക്കുന്നത്. അതെ, ഒരു പ്രോഗ്രസ് ഉണ്ടാകത്തില്ല, വീട്ടില് സന്തോഷം ഉണ്ടാകത്തില്ല. അപ്പൊ വീട്ടിലെ വീട്ടമ്മയായിട്ടുള്ള സ്ത്രീ എപ്പോഴും കണ്ണീരും കരച്ചിലും സങ്കടവും ഒക്കെ ആയിട്ടിരിക്കുവാണെങ്കിൽ ആ വീടിന് ഒരിക്കലും ഒരു ഉയർച്ച ഉണ്ടാവില്ല. നേരെ മറിച്ച് വീട്ടമ്മയായിട്ടുള്ള സ്ത്രീ എപ്പോഴും സന്തോഷവതിയാണ്, സംതൃപ്തിയുണ്ട്, പിന്നെ
നല്ല സമാധാനത്തിലാണെങ്കിൽ അത് ആ വീടിന്റെ ഹോൾ വൈബ്രേഷനെ എഫക്ട് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നല്ല സന്തോഷത്തിലിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. പോസിറ്റീവ് എനർജി ഉണ്ടാകും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം തന്നെയാണ് ലൈഫിലെ ഓരോ നിമിഷവും ആസ്വദിച്ചുകൊണ്ട് ഞാൻ തീരുമാനിച്ച കാര്യം, ഇനി എന്റെ ലൈഫ് ഫുള്ള് സെലിബ്രേഷനും ആഘോഷവും അടിച്ചുപൊളി തിമിർപ്പ്, ഞങ്ങൾ ഞങ്ങളുടെ ഡ്രീം ലൈഫിലാണ് മക്കളെ ജീവിക്കുന്നത്. ഈ ഇടയ്ക്ക് ആരോ എന്നോട് ക്ലാസ്സിൽ ഒരു ഡൗട്ട് ചോദിച്ചു, ടീച്ചറമ്മേ നമ്മുടെ സന്തോഷം ആരുമായിട്ടും പറയാൻ പാടില്ല, നമ്മൾ ഭയങ്കര ഹാപ്പിയാണെന്ന്. അങ്ങനെ ഞാൻ കേട്ടു ഉള്ളതാണ്. അങ്ങനെയൊന്നുമില്ല. ഞാൻ എപ്പോഴും തുള്ളിക്കളിച്ച് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞാൻ ഹാപ്പിയാണ്. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമ്മളുടെ സന്തോഷം നമ്മൾ നിലനിർത്തുക, ലൈഫിൽ മുമ്പോട്ട് അടിച്ചു പൊളിക്കുക മക്കളെ, തിമിർക്കുക, എൻജോയ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ വീട് സ്വർഗതുല്യമാക്കിയിട്ട് എത്ര പേരുടെ വീട് സ്വർഗതുല്യമായി കമന്റിലിടും കേട്ടോ. നല്ല സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി കല്യാണ വീട്ടിൽ നിന്ന് വന്നിട്ട് രാത്രി 9 മണിക്കുള്ള ക്ലാസ് എടുക്കണം. നമ്മൾ വീണ്ടും കല്യാണ വീട്ടിലെത്തി. ഇപ്പോൾ ഏകദേശം സന്ധ്യയായിട്ടുണ്ടായിരുന്നു. കളർ ലൈറ്റുകളൊക്കെ ഇട്ടപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് കല്യാണ വീട് കാണാനായിട്ട്. ഇന്ന് അധികം ഗസ്റ്റുകളൊന്നും വരില്ല. നാളെ കല്യാണം കഴിഞ്ഞിട്ടുള്ള റിസപ്ഷനിലായിരിക്കും കൂടുതൽ ഗസ്റ്റുകളൊക്കെ വരിക. കല്യാണം എന്ന് പറയുമ്പോൾ ഒരു ഒത്തുകൂടലാണല്ലോ. ഒരുപാട് ദേശങ്ങളിൽ താമസിക്കുന്ന എല്ലാവരും ഒത്തുകൂടി ഒരുപാട് നാളിന് ശേഷമൊക്കെ കാണുന്ന ആ ഒരു സന്തോഷം. ഇപ്പോൾ പയ്യൻ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കും ദക്ഷിണ കിട്ടി കേട്ടോ. അപ്പോൾ നാളെ രാവിലെ അതിനൊന്നുള്ളൊരു സമയം കിട്ടാത്തത് കൊണ്ട് ഇന്ന് രാത്രി തന്നെ എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് എല്ലാവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ചു. ഇന്ന് കഴിക്കാനായിട്ട് പൊറോട്ടയും ചിക്കൻ കറിയും ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിൽ വന്നിട്ട് നേരെ നമ്മുടെ 9 PM ക്ലാസ്സിൽ ഓടിക്കയറി ഡാൻസ് തുടങ്ങി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, ലവ് യു.